എല്ലാ പ്രേക്ഷകർക്കും GTVയിലേക്ക് സ്വാഗതം. പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് ഒരു എഴുത്തുകാരിയായ ജസീന മാമിൻ്റെ അടുത്തേക്കാണ്. ഈ അക്ഷരങ്ങളോടും എഴുത്തിനോടും പ്രിയം തോന്നി തുടങ്ങിയത് എന്ന് തൊട്ടാണ്? അക്ഷരങ്ങളോടുള്ള പ്രിയം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വായിക്കാൻ നല്ല താല്പര്യമാണ്. അതിപ്പോൾ നമ്മൾ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ എന്തെങ്കിലും കവർ ചെയ്ത് വരുന്നത് പത്രത്താളുകളിലാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് വായിക്കാനുള്ളൊരു ഇഷ്ടമാണ്. പിന്നെ 5ാം തരത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പ ഫയർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പാലക്കാട് ഉപ്പാക്ക് സ്ഥലം മാറ്റം കിട്ടിയ സമയത്ത് ഉപ്പ പോയി വരുമ്പോൾ അങ്ങനെ മിഠായി അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സംഗതികളൊന്നുമല്ല ഉപ്പ കൊണ്ടുവരാം. ഒരു ദിവസം കൊണ്ടുവന്നത് മൊല്ലാക്കയുടെ കുതിര എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ ഒരു നിരന്ന വായന എന്ന് പറയുന്നത് ബാലരമ, മലർവാടി, അമർ ചിത്രകഥ, ബോബനും മോളിയും. ഇനി ഏറിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പത്രം കിട്ടാറില്ലല്ലോ. നമ്മൾ അടുത്ത വീടുകളിൽ നിന്ന് പത്രം ശേഖരിച്ച് വായിക്കുക, അല്ലെങ്കിൽ ആ പേപ്പർ കൊണ്ട് നമ്മളെ പുസ്തകങ്ങൾ പൊതിയുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയങ്ങളാണ് പഴയ ആ ഒരു രീതികളിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്നുണ്ടായൊരു ചെറിയൊരു വാസന ഉള്ളിലുണ്ടാവണം. അതിപ്പോൾ ഇങ്ങനെ പഠനകാലം വളരെ പരിമിതമായിരുന്നു. പ്രീ ഡിഗ്രി 7 മാസമായിരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഡയറികളിലോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുറിപ്പുകൾ അങ്ങനെയായിരുന്നു. പിന്നെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കുമായിരുന്നു. കല, കായികം എല്ലാറ്റിനും പങ്കെടുക്കുമായിരുന്നു. പക്ഷേ സാഹിത്യ മത്സരങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ചെറിയ തോതിലുള്ള കഥാരചന, കവിതാരചന അങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. അതും സമ്മാനത്തിന് വേണ്ടിയല്ല, ജസ്റ്റ് ആ ക്ലാസ്സിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നമുക്ക് എല്ലാ കുട്ടികളുടെ ഇടയിലൊന്ന് പങ്കെടുക്കാനുള്ളൊരു താല്പര്യം മാത്രം. അതിന് ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു എഴുത്തുകാരി ആവണം അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ ഉയരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് സയൻസ് പഠിക്കണം എന്നുള്ള ഒറ്റ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠനകാലം മാറിയെങ്കിലും ഞാൻ വേറൊരു മാറ്റത്തിന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് പല കോഴ്സുകളും ചെയ്യാം. ഈ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ആ ഒരു വിഷമത്തിൽ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ലാബ് അറ്റൻഡ് ചെയ്യണം. BSc ആണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ BSc പോകുമ്പോഴും MSc ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, ലാബ് അറ്റൻഡ് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ പഠനം വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ മുതിർന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇപ്പോൾ MTയുടെ ആയാലും അല്ലെങ്കിൽ പിന്നെ മാധവിക്കുട്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ ആ കാലഘട്ടത്തിലെ എഴുത്തുകാരങ്ങനെയാണല്ലോ, നമുക്ക് അവരോടാണല്ലോ കൂടുതൽ ഇഷ്ടം. പൊന്നാനീൻ്റെ ഈ ഒരു എഴുത്തിലേക്ക് വന്നൊരു രീതി എന്ന് പറയണമെങ്കിൽ കൊറോണ കാലമാണ്, 2020-ലാണ്. കാസച്ചോറ് എന്ന് പറയുന്ന മാമിന്റെ പ്രകാശനം ചെയ്ത പുസ്തകം ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണെന്ന് പറയുന്നത്. നമ്മളെ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാഴ്ചകളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും അവനവൻ്റെ നാട് എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ടതാണ്. പക്ഷെ ആ നാട്ടിൽ നമ്മളെപ്പോഴും ഉയർന്നവരെ മാത്രം കേന്ദ്രീകരിച്ച കാഴ്ചകളാണ് പലരും കാണാറുള്ളത്. പക്ഷെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെരുപ്പ് കുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം നടത്തുന്നവർ അങ്ങനെയായിട്ടുള്ള കുറേ ആൾക്കാരെ ഞാൻ അവരെങ്ങനെ നോക്കി കാണും. ചെറിയ ക്ലാസ്സിലാകുമ്പോൾ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു പാവല്ലേ അവർ, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുറേ ഓർമ്മകൾ ചകഞ്ഞെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ കാസച്ചോറ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഷാർജയിൽ വന്നിട്ട് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ ഇതെങ്ങനെ ഒരു മിറാക്കിൾ പോലെ ഒരു നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് എന്ന് പറയുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. UAE പോലത്തെ ഒരു സ്ഥലത്ത് ഒരുപാട് പിന്നെ പരിചയമുള്ളവരെക്കാളും കൂടുതൽ പരിചയമില്ലാത്തവർക്കും ഇടയിൽ നിന്നുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അതിന് സഹകരിച്ച കുടുംബങ്ങളും എൻ്റെ പൊന്നാനിയിലെ നാട്ടുകാരായിട്ടുള്ള ഇവിടെ ഉള്ള സൗഹൃദങ്ങളും ഒക്കെ ഒരുപാട് നല്ലൊരു ആഘോഷമാക്കി മാറ്റി എന്നുള്ളതാണ്. PWC PCWF പോലുള്ള സംഘടനാ പരിപാടികളുണ്ടായിരുന്നു, അതിലും പങ്കെടുത്തു. UAEയുടെ നാഷണൽ ദിനത്തിനനുബന്ധിച്ചിട്ട് ഒരു 53 ഓതേഴ്സിനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ അതിലും ഒരു അംഗീകാരം കിട്ടാനൊക്കെ ഒരു വേദിയായി. മാമിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അന്നേ അക്ഷരങ്ങളോട് പ്രിയമായിരുന്നു. അന്ന് മാമിൻ്റെ ഫാമിലിയിൽ സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂള് പൊന്നാനി ISS സ്കൂളായിരുന്നു. അവിടെ അതിന് ഭയങ്കര സപ്പോർട്ടുള്ളൊരു സ്കൂളായിരുന്നു. അധ്യാപകരും
അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല ബോണ്ടാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കല ഉള്ളിലുള്ളവർ തന്നെയാണ്. മാമിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന്. എൻ്റെ ഫാമിലി, എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, കല്യാണം കഴിഞ്ഞ ആൾ റെസിഡന്റ് ആർട്ടിസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ ആൾ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലാണ്. അവർ സബ്മറൈൻ ക്യാബിൽ ജപ്പാനിലും സിംഗപ്പൂർ അവിടെയൊക്കെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കാസച്ചോറ് എന്ന് പറയുന്ന പുസ്തകം മാമിൻ്റെ തന്നെ ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ ആ ഓർമ്മകളിൽ നിന്നും ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റും മൈൻഡിൽ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ആ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ സഞ്ചാരവീഥികൾ എന്ന് പറയുന്ന ഒരു ലെസണിൽ ചീരു ചക്കി എന്ന് പറഞ്ഞിട്ട് 2 കഥാപാത്രങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ അവർ എന്താ പറയുക, മാനസികമായിട്ട് ഒരു ഓർമ്മയില്ലാതെ അവരാ ഒരു നൃത്തം ചെയ്യുന്നതും എന്താ പറയുക, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇന്നും അത് കണ്ണിൽ നിറഞ്ഞു നിൽക്കും. കാരണം ആ ഒരു സ്കൂൾ പരിസരത്തേക്ക് ഇന്നും പോകുമ്പോൾ അവിടെ അവരുണ്ട്, അവരുടെ ഡാൻസ് അല്ലെങ്കിൽ സംസാരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രാകൃതമായിട്ടുള്ള വേഷക്കാരായിരുന്നു അവർ. അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ ഡാൻസ്, നമ്മളെ ചിത്ര ചേച്ചി പാടുന്ന ഒരു പാട്ടുണ്ട്, അത് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, രാപ്പാടിനെന്നുള്ളത്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഫീലാണ്, സങ്കടം വരും. ആ പാട്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സാരിയൊക്കെ നിലത്ത് അപ്പിയറൻസ് വലിച്ചഴിച്ചിട്ടുള്ള നൃത്തവും, പിന്നെ നമ്മൾക്ക് കാണാൻ പാടുള്ള ഭാഗങ്ങളാണോ പ്രദർശിപ്പിക്കണമെന്ന് അറിയാത്ത, ബുദ്ധിക്ക് സ്ഥിരമില്ലാതെ മാനസികാവസ്ഥയിൽ പെരുമാറുന്ന അവരുടെ ആ ഒരു പിന്നെ രീതികൾ ഇന്നും ഭയങ്കരമായിട്ട് കണ്ണിൽ തിറക്കും. പിന്നെ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർശ്വവൽകൃത വിഭാഗങ്ങളെ ഒരു 3-4 അധ്യായങ്ങൾ അതിലുണ്ട്. അതിൽ നെബിസ്ത എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അവരുടെ ആ ഒരു അവർ ജീവിച്ച രീതികളും അതിൽ നിന്ന് അവരുടെ മനസ്സ് മാറി അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഗതികളൊക്കെ അത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു മകളുടെ തിരോധാനത്തെ സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളെയും മറക്കാൻ പറ്റില്ല. നബിസ്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം കൊറോണ കാലത്താണ് അവർ മരണപ്പെടുന്നത്. ഇവരെ പിന്നെ ഞാൻ എൻ്റെ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു രാപ്പാടി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള ഈ യുവതലമുറയിലുള്ളവർക്ക് ഒരിക്കലും മറ്റൊരിടത്തു നിന്ന് കിട്ടാത്തൊരു അറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം, ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നത് പോലെ തന്നെയുള്ള പണ്ടത്തെ കാലത്തിൻ്റെ ഒരു തുറന്നു കാട്ടൽ തന്നെ ആയിരിക്കുമല്ലേ മാമിൻ്റെ പുസ്തകം? കാസച്ചോറിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതാണ്. ഇനി വായനക്കാർ തീരുമാനിക്കണമല്ലോ എങ്ങനെയാണെന്നുള്ളത്. വാട്സപ്പിൽ ആണ് ഞാൻ ഫസ്റ്റിൽ ഇത് എഴുതി പോസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ FB ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ സോഷ്യൽ മീഡിയയിൽ കുറവായിരുന്നു. 2017 മുതലാണ് ഈ ഒരു സ്കൂൾ അലുമിനി ഗ്രൂപ്പുകളും അതിൽ നിന്ന് ഓരോരുത്തരുടെ രചനകൾ കണ്ട ഒരു പിന്നെ പ്രചോദനം കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് പൊന്നാനീൻ്റെ കഥകൾ മാത്രം ബേസ് ചെയ്തിട്ട് എഴുതാൻ. ആ ഒരു സമയത്താണ് പല ഗ്രൂപ്പുകളിലും ഞാൻ ആക്റ്റീവ് ആവുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ പലരുടെ രചനകളിൽ ഇങ്ങനെ കാണുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എനിക്കുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നൊരു തോന്നലുണ്ടാവുന്നതും ഈ ഒരു രീതിയിലേക്ക് വന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അലുമിനി ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായ ഒരു പ്രോത്സാഹനം. അതിൽ ഒരു MA ഹസീബ് പൊന്നാനി കവിതകൾ എഴുതാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത ഒരു ദിവസം ചുമ്മാ ഗ്രൂപ്പിൽ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എൻ്റെ വരികൾ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, അതൊന്ന് ആരെങ്കിലും ചൊല്ലാമോ എന്നിട്ട് ജസ്റ്റ് ഒരു മത്സരമായിട്ട് ഇട്ടു. അപ്പോൾ അതിൽ എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു കവിത ആണ് അദ്ദേഹത്തെ. അപ്പോൾ അതിന് ഞാൻ ചുമ്മാ എൻ്റെ ട്യൂണിൽ ചൊല്ലിയപ്പോൾ അത് പിന്നെ അത് അവർ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി. അതാണ് ഞാൻ ആലപിച്ച ഒരു കവിത എൻ്റെ നാട്. രചന MA ഹസീബ് പൊന്നാനി. ചിത്രപത്രകം പീലി വിടർത്തും ചിത്രത്തിലെന്ന പോലെൻ ഗ്രാമം, ഹൃദ്യമാം മലയാള ഗ്രാമത്തിൻ വദനാഭ നേത്രങ്ങൾക്കെന്നും വിരുന്നൂട്ട്. കൽപ്പക നിരകളും കൊന്നപ്പൂകാന്തിയും കളകളധരികളും കവുങ്ങുപിലാവുമാവും. ഇന്നാടിഞ്ഞാറ്റില ഇമ്പത്താലനുഭോഗം
ഇടനെഞ്ചിലിടമേകും ഇടഞ്ഞാറിൻ പർണവും മറുനാട്ടിലെ വിടുണ്ടീ മാലയ നിലാവ് മാരി സമീരം മോഹനമവനീ ഇളനീരു മധുരമാണരിയ നാടിന് അരുമ മനോഹരമഖിലകാലം പുതുവിള നിറയും നിറപ്പറ പോലെ പ്രിയതം പൂക്കും നന്മ മലയാളം. മാം, യുവതലമുറയിലെ എഴുത്തുകാരോട് മാമിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് അവരോട് പറയാനുള്ളത് ഒരു കലാകാരി എന്നുള്ള നിലയിൽ? പുതുതലമുറയിലെ കുട്ടികൾക്ക് വായന കുറവാണെന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപാട് പുസ്തകങ്ങൾ ജനിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ആ കുട്ടികളോട് മാത്രമല്ല വലിയവരോടും കൂടിയാണ് പറയാനുള്ളത്. കാരണം ചിലർ പുസ്തകത്തെ അല്ലെങ്കിൽ അക്ഷരങ്ങളെ അല്ലെങ്കിൽ ഒരു മറ്റ് കലാ മേഖലയെ കാണുമ്പോൾ അത് അവർക്ക് മാത്രം അങ്ങനെ ചിന്തിക്കാതെ ഇത് ആ ഒരാളുടെ ഹൃദയമാണ്. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിനോട് അടുക്കുമ്പോഴാണ് നമ്മളതിൽ എത്രമാത്രം നമുക്ക് നമ്മളെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പ്രയത്നം എത്രമാത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോ പുസ്തകവും ഒരാളുടെ ഹൃദയം തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൃദയത്തെ വായിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് തൊട്ടെങ്കിലും നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. UAE-യിലുള്ള മാമിൻ്റെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞങ്ങൾ ഉപ്പ ഉമ്മക്ക് 5 മക്കളാണ്. 5 മക്കളിൽ 3 പേരാണ് പേരിക്കുന്നത്. മൂത്ത ആളാണ് ഞാൻ, തൊട്ട് താഴെ 3-മത്തെ ആൾ. എൻ്റെ പേര് സമീറ, എൻ്റെ ഹസ്ബൻഡ് ഫിറോസ്. 3 കുട്ടികളാണ്. ഇത്താക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് ചെറുതിലെ ആൾ ഞങ്ങൾ എല്ലാവർക്കും മെമ്മറിയിലുണ്ടാവും. എല്ലാ കാര്യങ്ങളും പഴയ കഥകളും കാര്യങ്ങളും എല്ലാം ഇത്താക്ക് ഓർമ്മയിലുള്ള ഒരാളാണ്. എല്ലാവരും പരിചയം ഒരു നാട്ടിലെ പല ആളുകളായിട്ടും ഒത്തിരി ബന്ധം നിലനിർത്തുന്ന ആളാണ്. എൻ്റെ പേര് ഫിറോസ്. ഞാനിവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജിസാൻ്റെ അനിയത്തിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. എൻ്റെ പേര് സബൂറ, ജസ്സാൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. എനിക്ക് 4 മക്കളാണ്. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് കൂട്ട്. അതിനനുസരിച്ചാണ് ഇപ്പോഴും അതുപോലെ പോകുന്നു. ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഈ ഒരു UAE-യുടെ മണ്ണിൽ ഒരുക്കി തന്ന GTVയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. പല അഭിമുഖങ്ങളും ഞാൻ TV-യിലും അതുപോലെ കാണുമ്പോൾ എപ്പോഴാണ് എനിക്ക് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വേദി ഒരുക്കി തന്ന ഈ ഒരു GTVയുടെ എല്ലാ പ്രവർത്തകർക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത GTVക്ക് പ്രേക്ഷകർക്ക് ഒപ്പം സ്പെൻഡ് ചെയ്ത ജസീന മാമിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരു വനിത എന്നുള്ള നിലയിലും മലയാളി എന്നുള്ള നിലയിലും നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷം തന്നെയാണിത്. കാരണം UAE പോലുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു അച്ചീവ്മെൻറ്റിലൊന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.